ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റോക്ക് എടുത്തിലെ ഈ ആഴ്ചത്തെ വീക്ക്ലി ടെക്നിക്കൽ റിപ്പോർട്ട്സ് ആണ്. അപ്പോൾ ഇതൊരു ബൈ റെക്കമെൻഡേഷൻ ഒന്നല്ല, നമ്മൾ ആ ഒരു റിപ്പോർട്ട്സ് നമ്മുടേതായ ഒരു അനാലിസിസ് നടത്തുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ 3 സ്റ്റോക്സ് ആണ് ഈ ആഴ്ച റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്: ഹാപ്പിയസ്റ്റ് മൈൻഡ് ടെക്നോളജീസ്, ADF ഫുഡ്സ്, അപ്പോളോ ടയർസ്. അത് നമുക്ക് ഓരോ സ്റ്റോക്സ് ആയിട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ സ്റ്റോക്സ് ഹാപ്പിയസ്റ്റ് മൈൻഡ്സ് ടെക്നോളജീസ് ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സ് ബൈ ആണ് പറഞ്ഞിരിക്കുന്നത്. 961 ലെവലിന് മുകളിൽ ബൈ പറഞ്ഞിട്ടുണ്ട്. അതിന് റീസൺ ആയിട്ട് പറയുന്നത് ഒരു ഫോളിംഗ് വെഡ്ജ് പാറ്റേണിൻ്റെ ഫോം ആയിട്ടുണ്ട്. അതിന് ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബൈ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് RSIയും സ്ട്രോങ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു ലെവൽസ് നമുക്ക് ചാർട്ടിലൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ വീക്ക്ലി ചാർട്ടിലാണ് ആ ഒരു പാറ്റേൺ ഫോം ആയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ടെങ്കിൽ ബൈ പറയുന്ന ലെവൽ 961 ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ബൈ പറയുന്നത്. ഇനി ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് പറയുന്നത് 785 ആണ്. അപ്പോൾ ഈ ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലെവലിന് താഴെ സ്റ്റോപ്പ് ലോസ് കാണണം. ഇനി ഇതിൻ്റെ ടാർഗറ്റ് പറഞ്ഞിരിക്കുന്നത് 1260 ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബ്രേക്ക് ഔട്ടും ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഇനി ഇതിൻ്റെ റിസ്ക് റിവാർഡ് പറഞ്ഞിരിക്കുന്നത് 1.7 ആണ്. അപ്പോൾ നമുക്കിത് ടെക്നിക്കലി മനസ്സിലായി. ഇനി ഈ സ്റ്റോക്സ് ഫണ്ടമെന്റലി സ്ട്രോങ് ആണോ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഹാപ്പിയസ്റ്റ് മൈൻഡ്സ് ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടാണ് കാണുന്നത്. അതിന് കാരണമായിട്ട് പറയുന്നത് അതിൻ്റെ ഡൈവേഴ്സിഫൈഡ് ബിസിനസ് മോഡലാണ്. അതുപോലെ തന്നെ ഹൈ ഓപ്പറേഷണൽ മാർജിൻ ഉണ്ട്. അതുപോലെ സ്ട്രോങ് റിട്ടേൺ ഓൺ ഇക്വിറ്റി ആൻഡ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ്. പിന്നെ കമ്പനി ഹാസ് മാനേജബിൾ ഡെപ്റ്റ് ലെവൽസ് ആണ്. അതുപോലെ സ്റ്റഡി പ്രോഫിറ്റബിലിറ്റി പ്രൊഫൈലുണ്ട്. അപ്പോൾ ഈ റീസൺ കൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്ക് ഫണ്ടമെന്റലി സ്ട്രോങ് ആണ്. അപ്പോൾ നമുക്ക് ഈ ടെക്നിക്കലി നോക്കുമ്പോൾ ഈ ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് നമുക്ക് ജസ്റ്റ് വാച്ച് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത സ്റ്റോക്സ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് ADF ഫുഡ്സ് ആണ്. അപ്പോൾ ADF ഫുഡ്സ് അതിൻ്റെ ബൈ പറയാൻ റീസൺ എന്ന് പറയുന്നത് സ്ട്രോങ് റിവേഴ്സിൽ വന്നിട്ടുണ്ട്. അതായത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് കൺഫേം ആയിട്ടുണ്ട്. അതുപോലെ RSIയും സ്ട്രോങ് ആയിട്ടാണ് പറയുന്നത്. അത് ഡേ ചാർട്ടിലാണ് ആ ഒരു റിവേഴ്സിൽ വന്നിരിക്കുന്നത്. നമുക്ക് ആ ചാർട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു ബ്രേക്ക് ഔട്ടോട് വന്നിട്ടുണ്ട്. ഇനി ഒരു ബൈ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് 247 ലെവലിന് മുകളിലാണ്. ഓക്കെ, പിന്നെ ഈ സ്റ്റോക്സ് 247 ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ബൈ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് പറയുന്നത് 210 താഴെയാണ്. അപ്പോൾ 210 സ്റ്റോപ്പ് ലോസ് ആണ്. പിന്നെ ടാർഗറ്റ് പറയുന്നത് 308 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ടാർഗറ്റ്. അപ്പോൾ ഇതാണ് ADF ഫുഡ്സിൻ്റെ ഇപ്പോഴത്തെ ടെക്നിക്കൽ ലെവൽസ്. ഇനി ഈ സ്റ്റോക്സ് ഫണ്ടമെന്റലി സ്ട്രോങ് ആണോ വീക്ക് ആണോ കൂടി നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ADF ഫുഡ്സ് ലിമിറ്റഡ് ഫണ്ടമെന്റലി സ്ട്രോങ് ആണ്. അതിന് റീസൺ ആയിട്ട് പറയുന്നത് ഡൈവേഴ്സ് പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ ഉണ്ട്. അതുപോലെ ഗ്ലോബൽ പ്രസൻസ് നല്ലതാണ്. എഫിഷ്യൻറ്റ് ക്യാപിറ്റൽ യൂസ് ആണ്. അതുപോലെ ലോ ഡെപ്റ്റ് ലെവൽസ് ആണ്. അതുപോലെ സ്ട്രോങ് പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ട്. അപ്പോൾ എന്നിരുന്നാലും അത് ഹൈ വാല്യുവേഷനും ലോ ഡിവിഡൻഡ് ഈൽഡും ആണ്. അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഇത് ഫണ്ടമെന്റലി ഈ സ്റ്റോക്സ് സ്ട്രോങ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് ജസ്റ്റ് വാച്ച് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റിസ്ക് റിവാർഡ് പറയുന്നത് 1.65 ആണ്. ഇനി അടുത്ത സ്റ്റോക്സ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് അപ്പോളോ ടയർസ് ആണ്. അപ്പോൾ അപ്പോളോ ടയർസും സ്ട്രോങ് റിവേഴ്സിൽ തന്നെ പറയുന്നത്. അത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് കൺഫേം ആയിട്ടുണ്ട്. അതുപോലെ RSIയും സ്ട്രോങ് ആണെന്ന് പറയുന്നത്. ഡേ ചാർട്ട് തന്നെയാണ് ഈ ഒരു പാറ്റേൺ ഫോം ചെയ്തിരിക്കുന്നത്. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്. ഇനി ബൈ പറയുന്നത് 510 ലെവൽസിൻ്റെ മുകളിലാണ്. അപ്പോൾ അപ്പോളോ ടയർസ് 510 ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ബൈ ചാൻസ് ഉണ്ട്. ഇനി ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് പറയുന്നത് 457 ആണ്. അപ്പോൾ ഈ 457 ആണ് താഴെയാണ് സ്റ്റോപ്പ് ലോസ്. ഇനി ടാർഗറ്റ് ആയിട്ട് പറയുന്നത് 619 ആണ്.
ഓക്കെ, അപ്പോൾ ഈ ഒരു ബ്രേക്കൗട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഇതിൻ്റെ റിസ്ക് റിവാർഡ് പറയുന്നത് 2.06 ആണ്. ഓക്കെ, ഇനി നമുക്ക് ഈ അപ്പോളോ ടയേഴ്സ് ഫണ്ടമെന്റലി സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്ന് കൂടി ചെക്ക് ചെയ്യാം. അപ്പോൾ അപ്പോളോ ടയേഴ്സ് ഫണ്ടമെന്റലി സ്ട്രോങ് ആണ്. അതിന് റീസൺ ആയിട്ട് പറയുന്നത് ഡൈവേഴ്സ് പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ ഉണ്ട്, അതുപോലെ സ്ട്രോങ് ഗ്ലോബൽ പ്രസൻസ് ഉണ്ട്, പിന്നെ എഫിഷ്യൻറ്റ് ക്യാപിറ്റൽ യൂസ് ആണ്, റെഡ്യൂസ്ഡ് ഡെപ്റ്റ് ലെവൽസ് ആണ്, പിന്നെ സിഗ്നിഫിക്കൻറ്റ് പ്രോഫിറ്റ് ഗ്രോത്ത് ആണ്. ഈ ഒരു റീസണൊക്കെ കൊണ്ട് തന്നെ അപ്പോളോ ടയേഴ്സ് ഫണ്ടമെന്റലി സ്ട്രോങ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രേക്കൗട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം ഈ ഒരു ബ്രേക്കൗട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 സ്റ്റോക്സുകളാണ് ഈ ആഴ്ച സ്റ്റോക്ക് എഡ്ജ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് കൂടാതെ ഞാൻ 3 സ്റ്റോക്സുകൾ സെലക്ട് ചെയ്തിരുന്നു. അതിൽ ആദ്യത്തെ സ്റ്റോക്സ് സ്വരാജ് എഞ്ചിൻസ് ലിമിറ്റഡ് ആണ്. അപ്പോൾ അത് 2017 ഹൈ ഇവിടെ ബ്രേക്കൗട്ട് നടന്നിരുന്നു. അതിനുശേഷം ചെറിയ റീടെസ്റ്റ് വന്നു. ഇപ്പോൾ നല്ല രീതിയിൽ അപ്സൈഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സ് പുതിയൊരു ഹൈ എടുത്ത് പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു സ്വരാജ് എഞ്ചിൻസും കൂടി നിങ്ങൾക്ക് വാച്ച് ചെയ്ത് നോക്കാം. നമുക്ക് ഈ സ്റ്റോക്സ് ഫണ്ടമെന്റലി സ്ട്രോങ് ആണെന്ന് കൂടി ചെക്ക് ചെയ്യാം. അപ്പോൾ സ്വരാജ് എഞ്ചിൻസ് ലിമിറ്റഡ് ഫണ്ടമെന്റലി സ്ട്രോങ് ആണ്. അതിന് റീസൺ ആയിട്ട് പറയുന്നത് ഡെപ്റ്റ് ഫ്രീ സ്റ്റാറ്റസ് ആണ്, അതുപോലെ ഹൈ പ്രോഫിറ്റബിലിറ്റി ഉണ്ട്, സ്ട്രോങ് മാർക്കറ്റ് പൊസിഷൻ ഉണ്ട് ട്രാക്ടർ എഞ്ചിൻ മാനുഫാക്ചറിംഗ് സെക്ടറിൽ, അതുപോലെ കമ്പനിയിൽ നല്ല സോളിഡ് ഫിനാൻഷ്യൽ ഹെൽത്തും അട്രാക്റ്റീവ് ഡിവിഡൻഡ് ഈൽഡും ആണ്. പിന്നെ അഗ്രികൾച്ചർ സെക്ടറിൽ ഗ്രോത്ത് വരാണെങ്കിൽ ഈ ഒരു സ്റ്റോക്സ് നല്ല രീതിയിൽ കയറി പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു പുതിയ ഹൈ എടുത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സ്വരാജ് എഞ്ചിൻസ് കൂടി നിങ്ങളൊന്ന് ജസ്റ്റ് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തൊന്ന് വാച്ച് ചെയ്ത് നോക്കാം. രണ്ടാമത്തെ സ്റ്റോക്സ് സന്ദേശാണ്. അപ്പോൾ അത് മൾട്ടി ഇയർ ഹൈ ബ്രേക്കൗട്ട് എടുത്താണ് നിൽക്കുന്നത്, അതായത് 2017 ഹൈക്ക് എടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ബ്രേക്കൗട്ട് നടന്നിട്ടുണ്ടെങ്കിൽ പുതിയൊരു ഹൈ എടുത്ത് പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഈ ബ്രേക്കൗട്ട് നടന്നതിന് ശേഷം അത് ജസ്റ്റ് ഒന്ന് റീടെസ്റ്റ് ചെയ്ത് വരും നോക്കാം. റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് കയറുകയാണെങ്കിൽ നമുക്ക് ഹൈ എടുക്കാൻ പറ്റിയൊരു സ്റ്റോക്കാണ്. അപ്പോൾ ഇത് 2017 ഹൈ ആണ് ഇപ്പോൾ ബ്രേക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബ്രേക്കൗട്ട് ചെയ്തതിന് ശേഷം റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് കയറുമ്പോൾ ബൈ എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ നമുക്ക് ഈ സ്റ്റോക്സ് ഫണ്ടമെന്റലി സ്ട്രോങ് ആണെന്ന് കൂടി ചെക്ക് ചെയ്യാം. അപ്പോൾ സന്ദേശ് ലിമിറ്റഡ് ഫണ്ടമെന്റലി സ്ട്രോങ് ആണ്. അതിന് റീസൺ ആയിട്ട് പറയുന്നത് റോബസ്റ്റ് മാർക്കറ്റ് പൊസിഷൻ ആണ്, അതുപോലെ ഹൈ പ്രോഫിറ്റബിലിറ്റി ഉണ്ട്, ഡെപ്റ്റ് ഫ്രീ സ്റ്റാറ്റസ് ആണ്, അതുപോലെ കമ്പനി ഇപ്പോൾ അണ്ടർ വാല്യൂഡ് ആണ് നമ്മുടെ PE റേഷ്യോ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഈ റീസണൊക്കെ കൊണ്ട് തന്നെ സന്ദേശ് ലിമിറ്റഡ് ഫണ്ടമെന്റലി സ്ട്രോങ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രേക്കൗട്ട് നോക്കാവുന്നതാണ്. അടുത്ത സ്റ്റോക്സ് ഹുറ്റമാക്കി ഇന്ത്യ ലിമിറ്റഡ് ആണ്. അപ്പോൾ ഇത് മൾട്ടി ഇയർ ബ്രേക്കൗട്ട് ആണ്, അതായത് 2017 ഹൈ ഇവിടെ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഇത് വീണ്ടും ബ്രേക്ക് ചെയ്ത് നോക്കാം. ഇത് ബ്രേക്ക് ചെയ്ത് ഒന്ന് റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് കയറുകയാണെങ്കിൽ അപ്സൈഡ് പോകാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റോക്സ് ഫണ്ടമെന്റലി സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്ന് കൂടി നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ സ്റ്റോക്സ് ഫണ്ടമെന്റലി സ്ട്രോങ് ആണ്. എന്ന് റീസൺ ആയിട്ട് പറയുന്നത് റോബസ്റ്റ് മാർക്കറ്റ് ലീഡർഷിപ്പ്, അതുപോലെ ഡൈവേഴ്സ് പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ, സോളിഡ് ഫിനാൻഷ്യൽ മെട്രിക്സ്, അതുപോലെ എഫക്റ്റീവ് ഡെപ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഇംപ്രസീവ് പ്രോഫിറ്റ് ഗ്രോത്ത് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ സ്റ്റോക്സ് ജസ്റ്റ് ബ്രേക്കൗട്ട് ചെയ്തതിനു ശേഷം വീണ്ടും റീടെസ്റ്റ് ചെയ്തിട്ട് ആ ലെവൽസിന് മുകളിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ അപ് ട്രെൻഡ് പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ സ്റ്റോക്സ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ സ്റ്റോക്സുകളൊക്കെയാണ് നമ്മൾ ഈ ആഴ്ച സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോക്സൊക്കെ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.